സത്യത്തിൽ എനിക്ക് അങ്ങയിൽ വിശ്വാസമുണ്ടോ? എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണോ? എൻ്റെ കർത്താവാണോ എന്നെ ഭരിക്കുന്നത്? അതോ ഞാൻ ഭരിച്ചിട്ട് എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ കൂടെ നിർത്തുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ കർത്താവ് എന്നെ ഭരിക്കുകയാണോ? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എൻ്റെ കർത്താവായ ഈശോയാണോ? ഞാൻ ഒരു കാര്യം വന്നാൽ ഏറ്റവും ആദ്യം എൻ്റെ ഈശോയെയാണോ അന്വേഷിക്കുന്നത്? ഒരു കൈക്കുഞ്ഞ് ഉറക്കം തെളിഞ്ഞെഴുന്നേറ്റാൽ ആദ്യം എൻ്റെ അമ്മയെ നോക്കും. ആ അമ്മയെ കണ്ടില്ലെങ്കിൽ കരയും. എൻ്റെ കർത്താവിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരുന്നുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ വേദനിച്ച് ഒരു കൊച്ചു കുഞ്ഞ് ഉറക്കെഴുന്നേറ്റ് അമ്മയെ കാണാതെ കരയുന്നത് പോലെ ഞാൻ കരയുന്നുണ്ടോ? ഹൃദയത്തിൽ കർത്താവിനോട് ഇങ്ങനെ പറയുക, കർത്താവേ, ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയം കൊണ്ട് പൂജിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം അങ്ങേക്ക് തന്ന് അങ്ങയെ പൂജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് ഒന്നാം സ്ഥാനത്തിരിക്കണം. ഞാനിന്ന് പല കാര്യങ്ങൾക്ക് പുറകെയാണ്. ഞാനിന്ന് പല കാര്യങ്ങളുടെയും പിന്നാലെയാണ്. ഭീകരതയും ടെൻഷനുമാണ്. എൻ്റെ മനസ്സ് മുഴുവനും പല കാര്യങ്ങളാണ്. എനിക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ ആത്മീയമായി ദുർബലപ്പെട്ടിരിക്കുകയാണ്. ഈ രാത്രി എന്നെ സുഖപ്പെടുത്തണം കർത്താവേ. ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ ദുർബലാവസ്ഥ സമർപ്പിക്കുകയാണ്. പച്ചത്തറി അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന ദുർബലാവസ്ഥ, ഒരുപാട് നുണ, കള്ളത്തരങ്ങൾ, ദൈവമായ കർത്താവെ, അങ്ങയുടെ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. തന്നെ പരിത്യജിച്ച് എന്നെ അനുഗമിക്കാത്ത ആർക്കും എൻ്റെ പിന്നാലെ വരാൻ കഴിയുകയില്ല. ഇന്ന് എന്നെ പരിത്യജിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ പ്രമാണം സ്വയം സ്നേഹമാണ്. സെൽഫ് ലവ്, സെൽഫ് ഡിനയൽ എനിക്കില്ലാതെ പോയി. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെ ഇങ്ങനെയായി. കർത്താവേ, അങ്ങ് നട്ടത് നല്ല മുന്തിരിയല്ലേ, എങ്ങനെ കാട്ടുമുന്തിരിയായി തീർന്നു? വെള്ളി എങ്ങനെ വെള്ളിക്കിട്ടമായി മാറി? ഈ രാത്രി എൻ്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. എനിക്കൊരു സൗഖ്യം വേണം കർത്താവേ. ദൈവമക്കൾ കരങ്ങൾ ഉയർത്തുക. ആത്മാവിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവ് ഈ സമയത്ത് നൽകുകയാണ്. അറിയാവുന്നതുപോലെ സ്തുതിക്കുക. ചെറിയ വിധത്തിലാണെങ്കിൽ ചെറിയ വിധത്തിൽ, വലിയ സ്ഥലത്തിലാണെങ്കിൽ വലിയ സ്ഥലത്തിൽ ആത്മാവിൻ്റെ പ്രചോദനം സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെ സ്വരം ഉയരട്ടെ. ദൈവമക്കളുടെ സ്വരം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിലാണ് ദൈവത്തിൻ്റെ സംപ്രീതി. മൈക്കിൻ്റെ സ്വരം, അച്ഛന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ സ്വരം എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും അതിലും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മക്കളുടെ സ്വരം. ദൈവമക്കളുടെ സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അനേകർക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സ്പർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്വന്തം ആത്മാവിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ കർത്താവ് ഇപ്പോൾ അനേകം പേരെ സഹായിക്കുകയാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാൻ ഈ രാത്രി അനേകരെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്തവര് ഈ രാത്രി വീണ്ടും അഭിഷേകം പ്രാപിക്കുന്നു. ക്ഷമിക്കാനുള്ള കൃപ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഞാൻ എന്തിനിങ്ങനെ പിടിവാശിയിൽ പിടിച്ചു നിൽക്കുന്നു? ഞാൻ വഴി എൻ്റെ സഹോദരങ്ങളുടെ ആത്മാവ് നശിക്കുകയല്ലേ? ഞാൻ പൂർണ്ണമായി വിട്ടുകൊടുക്കും. കടും
പലരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വിട്ടുകൊടുക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. വളരെയേറെ സങ്കടത്തോടെ ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന 3 അമ്മമാരെ കാണിക്കുന്ന മക്കളുടെ വഴിവിട്ട ജീവിതത്തിൽ ഈ ധ്യാനം വചനം കേൾക്കാൻ മന്ദിരിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയുന്ന 3 അമ്മമാരെ ചേർത്ത് പിടിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നു. മക്കൾ മാനസാന്തരത്തിലേക്ക് തിരിയുന്നതായി വെളിപ്പെടുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരികയും എഴുന്നേറ്റ് പോകണം എന്നുള്ള ചിന്തയും വ്യാപരിക്കുകയും അങ്ങനെ ദൈവവചനം ഉള്ളിൽ കയറി വരാൻ തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ ചങ്ങലകള് 200-ൽ പരം വരുന്ന മക്കളുടെ ഉള്ളിൽ നിന്ന് ഈ സമയം ഈശോ അടിച്ചു മാറ്റുന്നു. വചനം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ കൃപകൾ തുറക്കപ്പെടുന്നതായി വെളിപ്പെടുന്നു. ജീവിതം തകർന്ന അവസ്ഥയിൽ വലിയ കടഭാരവും ഇനി പ്രാർത്ഥിച്ചിട്ടും ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല. എത്രയോ പ്രാർത്ഥനകൾ, എത്രയോ സ്ഥലങ്ങൾ കടന്നുപോയി. ഇപ്പോഴും എന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന കടബാധ്യത ഇതെന്നെ നശിപ്പിക്കും, ഞാൻ മടുത്തു എന്ന് സങ്കടപ്പെട്ട് കരയുന്ന ഒരു മകനെ ഈശോ 7 കോടി കടബാധ്യത വിളിക്കുന്നു. പരീക്ഷകൾ അടുക്കുമ്പോൾ പരീക്ഷകളിൽ ടെൻഷൻ വന്ന് പഠിക്കാൻ പറ്റുന്നില്ല, തലവേദന, ആ ദിവസങ്ങളിൽ രോഗികളായി മാറുന്നു. അങ്ങനത്തെ അവസ്ഥയുള്ള 9 കുട്ടികൾ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. 9 കുട്ടികളെ കർത്താവ് പരീക്ഷകൾ അടുക്കുമ്പോഴുള്ള ഓവർ ടെൻഷനിൽ നിന്നും അതുവഴിയുള്ള തലവേദനയും മറ്റ് രോഗാവസ്ഥകളും സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. പാരമ്പര്യമായ ചില രോഗങ്ങൾ, ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങള് ഒരാൾക്ക് തീരും മുൻപേ മറ്റൊരാൾക്ക് തുടങ്ങുന്ന വിധത്തിൽ പാരമ്പര്യമായി ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഷ്ടപ്പെട്ട് കണ്ണീര് ഭക്ഷണമായി തീർന്നിരിക്കുന്ന 4 കുടുംബങ്ങളുടെ കണ്ണുനീരിൽ കർത്താവ് ഇടപെടുന്നു. പാരമ്പര്യത്തിന്റെ ബന്ധനകൾ ഈശ്വരിക്കുന്നു. ആത്മാവും ജീവനുമായ കർത്താവ് ശരീരത്തെ തൊട്ട് സ്പർശിക്കുന്നതായി വെളിപ്പെടുന്നു. മാനസിക പിരിമുറുക്കം മൂലം മരുന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പേരെ കർത്താവ് കാണിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് അവരെ പൂർണ്ണമായി വിടുവിക്കുന്നു, പൂർണ്ണമായി സൗഖ്യം നൽകുന്നതായി വെളിപ്പെടുന്നു. ഇന്ന് വിട്ട് പ്രാർത്ഥനയില്ല, അങ്ങനെ അന്യജാതിയുമായി ചേർന്ന് ജീവിക്കുന്ന മകളെ ഓർത്ത് കരയുന്ന ഒരു പിതാവിനെ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. മകൾ മാനസാന്തരത്തിലേക്ക് തിരിയുന്നതായി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി ക്യാൻസർ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലിവർ സിറോസിസ്, അതുപോലെ കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര് കർത്താവെ രാത്രി അങ്ങയുടെ അത്ഭുതങ്ങൾ സൈന്യങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ ഉച്ചത്തിൽ സ്തുതിക്കാം. കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതം ഇന്ന് കൺവെൻഷനിലൂടെ രോഗികളായി വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് രോഗാവസ്ഥകളോടെ വന്ന് ഇപ്പോൾ അങ്ങനെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും, രോഗികളുടെ സെക്ടറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും, രോഗികളുടെ കൂടെ നിൽക്കുന്നവരെയും ഇപ്പോൾ അങ്ങനെ നാമം അയച്ച് ആശീർവദിക്കുന്നു. യേശുവെ അങ്ങനെ നാമത്തിന്റെ അനന്ത യോഗ്യതയാൽ, യേശുവെ അങ്ങനെ നാമത്തിന്റെ അത്ഭുതമായ ശക്തിയാൽ, യേശുവെ അങ്ങനെ നാമത്തിന്റെ അത്യത്ഭുത ശക്തിയാൽ ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തിന്മയുടെ അരുവികൾ രോഗം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിപരീത ശക്തികളും ശരീരങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ മാനസിക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പാരമ്പര്യ രോഗങ്ങളിലേക്ക് അനുഭവ ശക്തി യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. കഠിനമായ മദ്യപാനത്തിന്റെ അടിമത്തങ്ങൾ വിട്ടുമാറി പോകട്ടെ. മയക്കുമരുന്നിന്റെ അടിമത്തങ്ങളെ ശാസിക്കുന്നു. കുറ്റബോധം ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. മനസ്സിന്റെ എല്ലാ തരത്തിലുള്ള കുറ്റബോധങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മഹത്യ പ്രവണതകൾ വിട്ടുമാറി പോകട്ടെ. ആത്മഹത്യ പ്രവണതകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. മരിക്കണം എന്ന ചിന്ത വിട്ടുമാറി പോകട്ടെ. ആരാധന കഠിനമായ അലസര ബന്ധനത്തിലിരിക്കുന്നവർ അലസത വിട്ട്
രോഗങ്ങൾ, അലർജി രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. കഠിനമായ നിരാശ, ജീവിത നൈരാശ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക. ജീവിത നൈരാശ്യം ശാസിക്കുന്നു യേശുനാമത്തിൽ. ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശരീരങ്ങളിൽ നീർക്കെട്ട് വന്ന് വീർത്തിരിക്കുന്നവർ ശരീരത്തിന് നീരും വീർക്കും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന. ദൈവമായ കർത്താവേ, കഠിന ഭയത്തിന്റെ ബന്ധനം തിരിക്കുന്നവരെ ഇപ്പോൾ കെട്ടുകളടിച്ച് മോചിപ്പിക്കുന്നു. കഠിന ഭയത്തിന്റെ ബന്ധനം തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. കഠിന ഭയത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറ്റട്ടെ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശിരസ്സ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, നാഡീ ഞരമ്പുകളിലേക്ക്, രക്തധമനികളിലേക്ക്, മാംസപേശികളിലേക്ക് അങ്ങയുടെ അത്ഭുത രക്തം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അങ്ങയുടെ അത്ഭുത രക്തത്തിന് അത്ഭുതകരമായ സാന്നിധ്യത്താൽ, അത്ഭുത ശക്തിയാൽ ഇപ്പോൾ മാറാരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ മാറാരോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. രണ്ട് കരകളും നന്നായിട്ട് ഉയർത്തി പിടിക്കുക. യേശുവേ എന്റെ ദൈവമേ, യേശുവേ എന്റെ രക്ഷക, യേശുവേ, യേശുവിന്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക. ഞാനിതാ വിളിക്കുന്നു, എന്റെ നിലവിളി കേൾക്കണമേ. യേശുവിന്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക. യേശുവിന്റെ നാമവും യേശു എന്ന വ്യക്തിയും രണ്ടല്ല. യേശുവിന്റെ നാമം വിളിക്കുന്നിടത്തെല്ലാം അവിടുത്തെ അത്യത്ഭുതമായ സാന്നിധ്യമുണ്ട്. കൈകൾ ഉയർത്തി എത്രമാത്രം ഹൃദയത്തുറവ് ലഭിക്കുന്നുവോ അത്രയും ഹൃദയത്തുറവയോട് സന്തോഷത്തോടും കൂടെ യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, രാത്രി ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും ആത്മാക്കളെയും അമ്മയുടെ മധ്യസ്ഥന് ഫലമേൽപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഈശോ മിശിഹായിക്ക് അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് സീറ്റുകളിലേക്ക് ഇരിക്കുക.
നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും തന്നെ ഞാൻ വൈകുന്നേരം ശ്രദ്ധിച്ചു. ധാരാളം പേര് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് കുട്ടികളെയും കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നാൽ നിങ്ങൾ അടുത്ത് തന്നെ ഇരുത്തണം. കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. ഇത് വലിയൊരു ഗ്യാതറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കുട്ടികളും മക്കളും മക്കളുടെ മക്കളെല്ലാം അടുത്തിടണം. അത് കല്യാണം കഴിച്ചവരെല്ലാം നാളെ തുടർന്നുള്ള ദിവസങ്ങൾ വിളിക്കണം. ഇത് വലിയ കൂട്ടമായിട്ട് വേണം വരണം. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റയും പെട്ടയായിട്ട് വരരുത്. കൺവെൻഷന് വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘമായിട്ടാണ് വരേണ്ടത്. അപ്പൻ, അമ്മ, മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെ ഒരു 10-25 പേരുടെ ഓരോ ശൃംഖലകൾ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൂട്ടമായിട്ട് വരണം. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നാളെയും മറ്റന്നാളും അതിൻ്റെ മറ്റന്നാളും എല്ലാം അതുപോലെ വരും. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്ന പിൻതലമുറകൾക്ക് വിശ്വാസ പരിശീലനത്തിൻ്റെ എല്ലാ അവസരങ്ങളും സാധ്യതകളും നമ്മളവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മളവരെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവർ വരും. അപ്പം അതുകൊണ്ട് പരീക്ഷയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാം അറിയാം. എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. പരീക്ഷയും നടക്കണം, ആത്മീയ പരിശീലനവും നടക്കണം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ ധാരാളം പേര് കൂട്ടമായി വരുന്നുണ്ട്. അവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ സിസ്റ്റർമാരുള്ള വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇനി നാളെ വരുമ്പോൾ ബാക്കി സിസ്റ്റർമാരെല്ലാം കൂട്ടിക്കൊണ്ട് പോരുക. ഒരു വലിയൊരു സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം വളരെ വലിയൊരു അനുഗ്രഹമാണ്. മൊത്തം ഒരു വെളിച്ചമാണ് സിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സിസ്റ്റേഴ്സിനെ ഓർത്ത് നന്ദി പറഞ്ഞാൽ വീണ്ടും സിസ്റ്റർമാരെ കർത്താവ് നമ്മുടെ സഭയ്ക്ക് തരും. നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നന്ദി പറഞ്ഞാൽ പിന്നെ കർത്താവ് തരും. സിസ്റ്റേഴ്സ് ഉള്ളതിനോർത്ത് നന്ദി പറഞ്ഞ് 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ വൈദികർ വലിയൊരു അനുഗ്രഹമാണ്. ധാരാളം അച്ഛന്മാരുണ്ട്. അവർ ആളുകളുമായിട്ട് ഇടവകയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അച്ഛന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ബസ്സൊക്കെ ഇട്ട് അവിടെ നിന്ന് ഓരോ ഇടവകയിൽ നിന്ന് ബസ് ഇട്ട് അതിരൂപത കൺവെൻഷനിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന വലിയൊരു സാഹചര്യം ചങ്ങനാശ്ശേരി തിരുമതിലുണ്ടാവും. അപ്പോൾ അടുത്ത വർഷം, ഈ വർഷം കുറച്ച് പേരൊക്കെ, അടുത്ത വർഷം കൂടുതൽ, പിന്നത്തെ വർഷം അതിനേക്കാൾ കൂടുതൽ, അങ്ങനെ കൂടി വരും. അച്ഛന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ ഇടവകയിൽ നിന്നും എന്താ പറയണത്, കൺവെൻഷൻ ദിവസങ്ങളിൽ അതിരൂപത കേന്ദ്രത്തിലേക്ക് ബസ്സിട്ട് ആളുകളെ കൊണ്ടുവരിക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ വികാരിച്ചന്മാരെയും കൊച്ചന്മാരെയും വൈദികരെ സമർപ്പിച്ച് 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. നമ്മുടെ PDMലുള്ള കുറച്ച് വൈദിക വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവർ അച്ഛനിപ്പോൾ അട്ടപ്പാടി സിയോൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനൊരു പ്രത്യേക വിളി ലഭിച്ച് ഒരു മൊണാസ്റ്റിക് ലൈഫിലേക്ക് പോയിരിക്കുകയാണ്. മൊണാസ്റ്റിക് ലൈഫ്, മൊണസ്ട്രി എന്ന് പറയും. അപ്പോൾ ഒരാൾ അതെന്ത് സ്ത്രീയാച്ചാന്ന് ചോദിച്ചത്, മൊണസ്ട്രി. അപ്പോൾ അതൊരു മോണസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ മിരിക്ക പിതാവൊക്കെ പോലെ പോയി പ്രാർത്ഥിക്കുന്നില്ല, അതേപോലെ കൂടുതൽ പ്രാർത്ഥിക്കുക, പിന്നെ ബാക്കി കുറച്ച് സമയം വചന പ്രഘോഷണ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ഒരു പരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായ ഒരു വിളിയാണത്. മോണസ്ട്രി എന്നാണ് മങ്കുകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവർ ശക്തമായി ആളുകളെ സഹായിക്കും, ഓരോ ഞെരുക്കത്തിലൊക്കെ സഹായിക്കും. അച്ഛനെങ്ങനെ ആ ഒരു ഉൾക്കാഴ്ച വന്നപ്പോൾ എന്നെ അതിനകത്ത് ഏറ്റവും അധികം സഹായിച്ചത് ആനന്ദഗിരി പിതാവാണ്. ഇത് കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ ആരെങ്കിലും വേണ്ടേ. മനത്തോടത്തെ പിതാവ് ഉണ്ട്, മനത്തോടത്ത് പാലക്കാട് രൂപത അധ്യക്ഷനായിരുന്നു മനത്തോടത്തെ പിതാവിന് ഫുൾ അത് മനസ്സിലായി. പിന്നെ നമ്മൾ ഓരോരുത്തർ പറയുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ആ ഡെപ്തും അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എല്ലാം കൊണ്ട് പെട്ടെന്ന് ആ കാര്യത്തിന് നല്ല കൃപയോടെ സാഹചര്യങ്ങൾ ഒരുക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട അഭിയന്യ ആലഞ്ചേരി പിതാവാണ്. എനിക്കതുകൊണ്ട് ആലഞ്ചേരി പിതാവിനോടുള്ള ഒത്തിരി സ്നേഹമാണ്. പിന്നെ കോട്ടയം വടവാതൂർ സെമിനാരിയിലെ പ്രൊഫസർമാരും എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കോട്ടയം വടവാതൂർ സെമിനാരിയും. അവിടെയുള്ള പ്രൊഫസർമാരെല്ലാവരും, ലിറ്ററേച്ചർമാരും, അവിടുത്തെ ഫാക്കൽറ്റി ഡീനുകളും അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനത്തെ സഭയിൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റിനെയൊക്കെ സ്നേഹത്തോടെ കണ്ട് പരമാവധി വെള്ളമൊഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണത്. സന്തോഷമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പിന്നെ നിങ്ങളോടാണ് എനിക്ക് സന്തോഷം. ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എന്താ നിങ്ങളുടെ സന്തോഷം, ചിരി. അതായത് ചങ്ങനാശ്ശേരി വരുമ്പോൾ എൻ്റെ ക്ഷീണം പകുതി മാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത്
നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ സ്നേഹവും ബന്ധവും അടുപ്പവും കൂട്ടായ്മയും ഇതെല്ലാം കർത്താവിൻ്റെ സഭയുടെ എന്താ പറയണത്, കർത്താവിൻ്റെ സഭയുടെ നന്മകളാണ്. കർത്താവിൻ്റെ സഭയിലെ വലിയൊരു നന്മയാണ് ഉയർച്ചയിലും താഴ്ചയിലും, വിജയത്തിലും പരാജയത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ച് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്താ പറയണത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭാ മക്കൾ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചങ്ങനാശ്ശേരിയിൽ അങ്ങനെയുള്ള അനേകരുണ്ട്. അതിനോട് ദൈവത്തിന് നന്ദി പറയാം. കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പക്ഷേ അനേകം സഭാമക്കളെ ഞാൻ നേരിട്ട് പേഴ്സണലായിട്ട് കാണുമ്പോൾ അവർക്ക് ഈ സന്തോഷവും ചിരിയൊന്നുമില്ല. അവർ ഭയങ്കര വിഷമത്തിലാണ്, അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവർ പറയണത് എൻ്റെ അച്ചോ പറയാനില്ല, അത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ട്, കടമുണ്ട്, പിന്നെ രോഗമുണ്ട്, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും ഒന്ന് മാറി ദുഃഖമില്ല രാജ്യത്ത് എത്തുന്നില്ലല്ലോ അച്ഛൻ പറഞ്ഞു. അതായത് ഒരുപാട് പേരുടെ വിചാരം എന്താണെന്നറിയാമോ, നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് നല്ല വിധത്തിൽ പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കടബാധ്യതയില്ലാത്ത, രോഗമില്ലാത്ത, വഴക്കില്ലാത്ത, ശത്രുക്കളില്ലാത്ത, അല്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ജീവിതാവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അത് കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. ചെറുപ്പം തൊട്ടേ ഒരു പാപം ചെയ്ത് ശരിക്കും ഇതിന് ഈശോയെ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിച്ചതാണ് കുടുംബത്തിൽ വേണ്ട പ്രശ്നങ്ങൾ. മക്കള് ഒട്ടും ദൈവിക കാര്യങ്ങൾ താല്പര്യമില്ലാത്തവർ, ഒരു ചേട്ടൻ്റെ വലിയ വിഷമമാണ്. അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ, മക്കൾ രണ്ടെണ്ണം ഒട്ടും ദൈവത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവർ, നിരീശ്വരന്മാർ. ഭാര്യ മദ്യം എന്ന് കേട്ടാൽ ഭയങ്കര വിഷമമുള്ളവർ, മദ്യം ഒരിക്കലും കുടിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ഭാര്യ. ഭർത്താവിനാണെങ്കിൽ എപ്പോഴും വെള്ളം പോലെ അത് കുടിക്കണം, അങ്ങനെയുള്ള ഭർത്താവ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനേകം പേരുടെ മനസ്സിലെ ഒരു പ്രശ്നം ഇതാണ്, ഇനി ഇത് എന്ത് ചെയ്താൽ, ഇതെന്താണ് ഇതിനൊരു സൊല്യൂഷൻ, ഇനി എന്തു ചെയ്താൽ നേരെയാവും. അറിയാവുന്ന പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി എന്ത് പ്രാർത്ഥന വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ 2 പ്രാർത്ഥനകൾ പറഞ്ഞുതരാം. ഞാൻ പറയും, നിങ്ങൾ കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവം തരുന്ന ഈ സഹനത്തെ ഓർത്ത്, ഈ ദുഃഖത്തെ ഓർത്ത്, ഇങ്ങനെയുള്ള ഈ മക്കളെ ഓർത്ത് സന്തോഷിക്കുക, ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറഞ്ഞിട്ട് ടേക്ക് ഇറ്റ്, അതെല്ലാം എടുക്കുക. ഇതെൻ്റെ മകൻ ഈ വീട്ടിലുള്ളത് നല്ലതാണ്, ഈ മകൻ എൻ്റെ വീട്ടിൽ വേണം, ഈ വീട്ടിൽ നിന്ന് എൻ്റെ മകൻ പോകരുത്. ആ മകൻ വേണ്ട പ്രശ്നം ഉണ്ടാക്കുന്ന മകനാണ്. ആ മകൻ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുക, ആ മകൻ അവിടെ ഉണ്ടാകണം. ഈ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പോകണ്ട, ഈ രോഗം എൻ്റെ ശരീരത്തിൽ ഇരുന്നോട്ടെ എന്ന് എൻ്റെ കർത്താവ് ഇതെടുത്ത് മാറ്റുന്ന അന്ന് പോയാൽ മതി. അങ്ങനെ ചിന്തിക്കാനായിട്ട് അത്ര എളുപ്പമാണോ? എളുപ്പമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? വചനം കേട്ട് നമുക്കതിനൊരു ബലം കിട്ടണം. വചനം കേട്ട് വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ മനസ്സിന് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോകത്തിലുള്ള വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും ഉള്ള ജീവിതമാണ്. വിജയങ്ങളും പരാജയങ്ങളും ഉള്ള ജീവിതമാണ്. നിങ്ങൾ 100-ൽ 150% വിശുദ്ധനായാൽ ഇതുണ്ടാവും. വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, ദുഃഖമുണ്ടാവും, സന്തോഷമുണ്ടാവും. ഇതില്ലാത്ത ഒരു ജീവിതം ഈ ഭൂമിയിൽ പ്രതീക്ഷിക്കേണ്ട. അതിനെക്കുറിച്ചാണ് ഈ രാത്രി എടുക്കാൻ പോകുന്നത്. വിശുദ്ധ ലിഖിതത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാം തിരുലിഖിതം, ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം,
2-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. എന്താ വചനം പഠിപ്പിക്കുന്നത്? ഭോഷത്വം പറയുന്നു. ജോബ് ഭാര്യയോട് ചോദിക്കുകയാണ്. ജോബിന് ആ ഒരു പവറുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ശ്വാസിക്കണം, വെറുതെ വിട്ടരുത്. ഹല്ലേലൂയ. നീ ഭോഷത്വം പറയുന്നു. ജോബിൻ്റെ ഭാര്യയുടെ വിചാരം പ്രാർത്ഥന ദൈവത്തിൻ്റെ ആളായ പിന്നെ സഹനം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നാൽ ജോബിൻ്റെ ജീവിതത്തിൽ സഹനം എന്ന് പറഞ്ഞാൽ എമ്പരപ്പ് സഹനങ്ങളാണ്. ഭാര്യ ഇന്ന് തീരും നാളെ തീരും വിചാരിക്കുന്നത് ദിവസം തോറും കൂടുകയല്ലാതെ കുറയുന്നില്ല. അവസാനം ഭാര്യ പറയാണ്, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇനിയും കൺവെൻഷന് പോവുകയാണോ? ഇനിയും പ്രാർത്ഥനയ്ക്ക് പോവുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. ആ ജോബ് എത്ര ഡീസൻ്റാ നോക്കുക. ദൈവഭക്തിയുള്ള ജോബ് പറയാണ്, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ദൈവകരങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. നന്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നന്മ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അടുത്തത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല. ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ദൈവം തിന്മ ചെയ്യോ? ദൈവം തിന്മ ചെയ്യോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം ഒരിക്കലും തിന്മ ചെയ്യില്ല. ദൈവം നല്ലവനാണ്. ദൈവം നന്മ മാത്രമാണ്. നന്മ സ്വരൂപിയാണ് ദൈവം. നന്മയല്ലാത്ത ഒന്നും നമ്മുടെ കർത്താവിലില്ല. ദൈവം പൂർണ്ണമായും എന്താണ്? നന്മ മാത്രമാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് വിചാരിക്കരുത്. എന്താ നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതിയോ? 50-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് വിചാരിക്കരുത്. ദൈവം നന്മ മാത്രമാണ്. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് നന്മ മാത്രമേ പുറപ്പെടൂ. നന്മ മാത്രമേ 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതം 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതം. ഇത് നിങ്ങൾ എന്നും പറയണം. എന്താ പറയണത്? 2-ാമത്തെ ഭാഗം വായിച്ചാൽ മതി. തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. എൻ്റെ അടുത്തൊരു ക്ലോക്ക് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 7:30 ആയെന്നാണ് സൂചിപ്പിക്കുന്നത്. 8:30 ആകാതെ വിടുന്ന പ്രശ്നമില്ല. 8:30 വരെ ഈ വചന പ്രഭാഷണമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. ദൈവം നല്ലവനാണ്, ദൈവം വലിയവനാണ്, ദൈവം ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് നമ്മൾ എന്നും പറയണം. അങ്ങനെ തന്നെയാണ് ദൈവം. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എൻ്റെ ദൈവം നല്ലവനാണ്. നന്മ മാത്രമേ അവിടുത്തെ സന്നിധിയിലുള്ളൂ, അവിടെ ഹൃദയത്തിലുള്ള അവിടുത്തേലുള്ളൂ. എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതം, എസെക്കിയേൽ പ്രവചനം 18:32. അവിടെ വചനം പഠിപ്പിക്കുന്നതാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും നാശത്തിൽ, മരണത്തിൽ, തകർച്ചയിൽ, അധപതനത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. ആരുടെയും തകർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. ഉറക്കെ പറയൂ ഹല്ലേലൂയ. ആ വചനം മാത്രം ഒന്ന് ഉറക്കെ പറയാമോ? ആദ്യ ഭാഗം മാത്രം എസെക്കിയേൽ 18:32 ആദ്യ ഭാഗം. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. എസെക്കിയേൽ 18-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, എസെക്കിയേൽ 18-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുലിഖിതം. അത് നിങ്ങളെല്ലാവരും ഇത് ഫുള്ള് വായിക്കാം ഒരുമിച്ച് നല്ല സ്വരത്തിൽ. വചനം വായിക്കുമ്പം അത് ചെവിയിൽ കൂടെ കേട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങി അവിടെ വേര് പാകണം. അതുപോലെ നല്ല ഇരുത്തി മനസ്സുറച്ച് നല്ല പ്രൗഢമായ സ്വരത്തിൽ
ഒരു 100 പേർക്ക് കേൾക്കാവുന്ന വിധത്തിൽ ഓരോരുത്തരും ഉച്ചത്തിലൊന്ന് വായിച്ചേ. എന്നിട്ടും ഓ ഇസ്രായേലേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവമല്ലേ, നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്. എൻ്റെ വഴി നീതിപൂർവമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഓ ഇസ്രായേലേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവമല്ലേ, നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്. എസെക്കിയേൽ പ്രവചനത്തിൽ വീണ്ടും 18-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം, എസെക്കിയേൽ 18:23. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ, ദുഷ്ടന്റെ തകർച്ചയിൽ, ദുഷ്ടന്റെ നാശത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ നന്നായിരിക്കണമെന്നതല്ലേ എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്നാണ് അവസാനം കൊടുത്തിരിക്കുന്നത് അല്ലേ. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ്. ദുഷ്ടന്റെ തകർച്ചയിലാണോ എൻ്റെ സന്തോഷം? അവൻ നന്നായിരിക്കുന്നതല്ലേ, അവൻ നന്നായിരിക്കണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയണം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരുപാട് പേർക്ക് ദൈവത്തെ അറിയില്ല. അതുകൊണ്ട് ദൈവത്തോട് അധികം അടുക്കണ്ട. ദൈവത്തോട് അധികം അടുത്താൽ എന്താണ്? അധികം അടുത്താൽ നിങ്ങൾ നല്ല പള്ളിയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അനേകം ദൈവമക്കൾ, അനേകം വിശ്വാസികൾ ഹൃദയത്തിൽ ദുർബലരായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സഹനം? ദൈവം എന്നേക്കും കൈവിടുമോ? ദൈവം എന്നേക്കുമായി പരിത്യജിച്ചുവോ? 77-ാം സങ്കീർത്തനത്തിൽ 2-9 വരെ വാക്യങ്ങൾ. 77-ാം സങ്കീർത്തനത്തിൽ 2-9 വരെ വാക്യങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയത്തിൻ്റെ വേദനയാണ്. അതെങ്ങനെയാണ് പറയുന്നത്? കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനോട് കരയുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈകൾ പിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും മനസ്സിടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ അവിടെ എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു. പണ്ടത്തെ സംവത്സരങ്ങളെ ഞാൻ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് എന്നിൽ പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കർത്താവ് കൃപ കാണിക്കാൻ മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞോ? വേദനയാണ്. അങ്ങനെ കരയുന്ന ഒരുപാട് ആത്മാക്കൾ ഇവിടെയുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വരാതിരിക്കട്ടെ. വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതൊരു തിന്മയായിട്ട് നമ്മുടെ ഉള്ളിൽ പിശാച് ബോധ്യപ്പെടുത്തും. നിന്റെ ദൈവം നല്ലവനാണെങ്കിൽ നിന്റെ ദൈവം എന്തുകൊണ്ട് നിനക്കിത് തന്നു? അങ്ങനത്തെ ചോദ്യം കിട്ടിയവരെല്ലാവരും കൈ ഉയർത്തണ്ട. നമുക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ജോബിൻ്റെ പുസ്തകം 2:10 ഭാര്യ മോശമൊന്നുമില്ല, കാര്യപ്രാപ്തിയുള്ള ഭാര്യയാണ്, കാര്യങ്ങളൊക്കെ തക്ക സമയം നോക്കി ചെയ്യാൻ കഴിവുള്ളതാണ്, അവസരം നോക്കി കൈകാര്യം ചെയ്തോളും.
എന്നൊക്കെ പറഞ്ഞ ആ ഭാര്യ ചോദിക്കുകയാണ്, ഇനിയും നീ ദൈവഭക്തി ഉറച്ചു നിൽക്കാണ്, ദൈവം ദൈവം, സഭ സഭ, പള്ളി പള്ളി എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നീ പോയി ചാകാൻ നോക്ക്, ദൈവഭക്തി ഉപേക്ഷിക്ക്, നീ ദൈവത്തെ ശപിച്ച് തള്ളിയിട്ട് നീ പോയി ചാക് എന്നാ പറയണത്. അത് ശരിക്കുള്ള വാക്ക് ഞാൻ പറയണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ജോബ് പറയണത്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. ഇത് തിന്മ നന്മ എന്ന് പറഞ്ഞത് ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനിൽ വന്ന ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. അതിന് ശരിക്കും വേറൊരു വേർഷൻ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവകരങ്ങളിൽ നിന്ന് രക്ഷ സ്വീകരിച്ച നാം ശിക്ഷ സ്വീകരിക്കാൻ മടിക്കുകയോ. ദൈവം തൻ്റെ ഇഷ്ടഭാചനങ്ങളെ ശിക്ഷിക്കും. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷണമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, എല്ലാവരെയും ഒന്നും ദൈവം ഇത് ചെയ്യുകയില്ല. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തുകയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ, എൻ്റെ സ്വന്തം, മൈ ബിലവഡ്, എൻ്റെ സ്വന്തം ഡാർലിംഗ് ബിലവഡ് ആയിരിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. ഒരുമിച്ച് വായിച്ചേ, ഹൃദയത്തിലേക്ക് പതിയട്ടെ. അത് ആരെയാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്? നാശത്തിന് വിട്ടുകൊടുക്കപ്പെട്ട ആളുകളുണ്ട്, അവരെ അല്ല. നിത്യനാശത്തിലേക്ക് വിട്ടുകൊടുത്തവരുണ്ട്, അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തിയിൽ വിട്ടുകൊടുക്കപ്പെട്ടവരുണ്ട്, പിശാചിന് വേണ്ടി വിട്ടുകൊടുത്തവരുണ്ട്, അവരെ അല്ല ദൈവം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ആരെയാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്? വെളിപാട് 3:19 ആദ്യ ഭാഗം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിച്ചേ. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം. കർത്താവ് ഓരോ ആത്മാവിലും പതിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പറയണമെന്നറിയാവോ? പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുകയും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല അടി കിട്ടും. ചോദിക്കുന്നവർക്ക് മാത്രമേ അടിയുള്ളൂ എന്ന് വിചാരിക്കണ്ട. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവം ശാസിക്കും, ദൈവം നല്ല ശിക്ഷണം തരും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷണമാണ്, നമ്മുടെ ഭാഷയിലുള്ള ശിക്ഷയല്ല ഇത്. പിതാവ്, ഒന്നുകൂടെ വായിച്ചു നോക്കിയ, പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവീൻ. പ്രാർത്ഥിക്കാൻ വരുന്നവരും ധ്യാനം കൂടാൻ വരുന്നവരും കുർബാനയ്ക്ക് പോകുന്നവരും കൊന്ത ചെല്ലുന്നവരും കർത്താവായ യേശുവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുചേരുന്നവരെല്ലാവരും ഹൃദയത്തിൽ ഗ്രഹിക്കണം, ഹൃദയത്തിൽ നന്നായി അടിവരയിട്ട് സൂക്ഷിക്കണം. പിതാവ് പുത്രനെ എന്നതുപോലെ ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നല്ല ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവീൻ. അച്ഛൻ വട്ടായിലച്ഛൻ അട്ടപ്പാടിയിൽ ഇടവക വികാരിയായിരുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം ജനങ്ങളുടെ കൂടെയാണ്. 3 വർഷമായിട്ട് വീട്ടിൽ പോകാനായിട്ട് ആകെ ഒരു ദിവസം 2 ദിവസം കഷ്ടിച്ച് പോയെങ്കിലും ഉള്ളൂ. ബാക്കി എല്ലാം ഫുള്ളി ഇടവക്കാരുടെ കൂടെയാണ്. ഇടവക ജനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ, ഇടവക ജനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹരമാണ്. വെളുപ്പിന് കുർബാന കഴിഞ്ഞ് എല്ലാ ദുഃഖമുള്ള വീടുകളിലേക്കും വീടെന്ന് പറഞ്ഞാൽ എല്ലാ വീടും ഭയങ്കര വിഷമം വേദനയുള്ള വീടുകളായിരുന്നു എൻ്റെ ഇടവകയിൽ. പട്ടിണി, ഞെരുക്കം, സങ്കടം, വിഷമം, പിള്ളേരുടെ വിഷമം, മദ്യപാനം, കഴക്ക്, അടി, തൊഴി എല്ലാം. അപ്പോൾ രാത്രി സന്ധ്യ വാർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പള്ളിയിലെത്തുമ്പോൾ 12 മണിയാവും. പിന്നെ വെളുപ്പിനെ കുർബാന കഴിഞ്ഞ് ഈ കുർബാന മുഴുവൻ ഇവർക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇടവക ജനത്തിനെ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിച്ചിരിക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നോക്കുമ്പം ഞാൻ ചങ്ക് കരളുമായിട്ട് എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ ഇടവക ജനങ്ങളെല്ലാം കൂടെ ഇംഗ്ലാവ് വിളിച്ച് എൻ്റെ പള്ളിയിലേക്ക് കയറി വരിക.
ഉച്ചയ്ക്ക് എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇഗ്രാ കുടിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈക്കാരന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ വിഷയം എന്താ വെച്ചാൽ അവർക്കെന്തോ പെട്ടെന്നൊരു ബാധ കയറി. ഞാൻ കമ്മ്യൂണിസ്റ്റായി എന്നൊരു വിചാരം. അവർ കോൺഗ്രസ്സുകാരായിരുന്നു. ആമോസിൻ്റെ പുസ്തകമൊക്കെ പ്രസംഗിച്ചതാണ് പറ്റിയത്. പ്രസംഗം മാത്രമല്ല, പല നടപടിക്രമങ്ങളും ഞാൻ എടുത്തു. അപ്പോൾ അവർക്ക് അങ്ങനെ കയറിപ്പോയി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി നോക്കുമ്പോൾ ഇല്ല ഇംഗ്ലാ വിളിക്കും. ഞാനാണെങ്കിൽ മനസ്സാവാതെ ഈ രാഷ്ട്രീയം എനിക്ക് അങ്ങനത്തെ ഒരു സാധനമില്ല. എനിക്ക് തെറ്റുകണ്ട തെറ്റെന്ന് പറയും, കാര്യങ്ങളൊക്കെ നടപ്പാക്കാന്നല്ലാതെ എനിക്ക് ഇടം വല്ല. എനിക്കൊരു കർത്താവിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിതൊക്കെ പറയും, അതൊക്കെ നേരത്തെ തന്നെ പറയൂ. കള്ളുകൂടം കൊണ്ടുവന്ന് അപ്പം തന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഇടവകയിൽ ഞാനിങ്ങനെ ആത്മാർത്ഥത വർക്ക് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്നേഹിച്ചവരും ഞാൻ ഞാൻ സർവ്വസമയം അധ്വാനിച്ച് കുടുംബത്തെ ഉയർത്താൻ നോക്കിയ അവരൊക്കെ ശത്രുക്കൾ. ഞാൻ നോക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ഇവരിങ്ങനെയായി മാറി. പുറകെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എനിക്ക് മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകുമ്പം കർത്താവ് നമ്മളെ ഒരു ശിക്ഷണം തന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരും. ഞാൻ അന്ന് പള്ളിക്ക് തറ പണിതിട്ടിരിക്കുക, പുതിയ പള്ളി പണിയാൻ വേണ്ടി. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതെല്ലാം നശ്വരങ്ങളാണ്, ഇതെല്ലാം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇനി ഇടവക നിൻ്റെതാണ്, ജനവും നിൻ്റെതാണ്, തറയും നിൻ്റെതാണ്, ഞാൻ റെഡി, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞു. അന്നാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കോടിക്കണക്കിന് ആത്മാക്കൾ, ലക്ഷോപലക്ഷം ആത്മാക്കൾ വചനം കിട്ടാതെ വിഷമിക്കണം, അവർക്ക് വചനം പ്രസംഗിക്കാൻ വേണ്ടി പോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് പെട്ടെന്ന് പോകുന്നില്ല. പിന്നീട് ഞാൻ അവരെയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് പിന്നെ ഞാൻ പതുക്കെ അവരോട് പറഞ്ഞു, എനിക്ക് വചനം പ്രഘോഷിക്കാനുള്ള വിളിയുണ്ട്, അതുകൊണ്ട് ഞാൻ വചന പ്രഘോഷണത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. 3 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇനി എനിക്ക് വചനം പ്രഘോഷിക്കാൻ വേണ്ടി ദൈവം എന്നെ വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, എന്നെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി എന്നെ പിതാവ് കൽപ്പിച്ചയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1997 മുഴുവൻ സമയ വചന പ്രഘോഷകനായി പിതാവ് എനിക്ക് കൽപ്പന തന്നു. പിതാവ് എന്നെ പാരിഷ് മിനിസ്ട്രിയിൽ നിന്നെല്ലാം റിലീവ് ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ഒരു മിനിറ്റ് എനിക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് വചനത്തിൻ്റെ കൃപ തന്ന് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ബിറ്ററായ ദിവസങ്ങളിലൂടെ കടന്നു പോയതാണ്. എൻ്റെ കണ്ണും എൻ്റെ ചെവി എൻ്റെ കയ്യും എൻ്റെ കാലും പോലെ ഞാൻ കൊണ്ടുകടന്ന എൻ്റെ ആളുകൾ മുഴുവനും സെക്കൻഡുകൾ കൊണ്ട് എനിക്കെതിരായി മാറിയത്. പക്ഷെ എനിക്ക് അവരോട് അന്ന് വിഷമമൊക്കെ തോന്നി. ഞാൻ അന്ന് സഹിച്ച വേദന തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ അവിടെ ദൈവം എന്നെ ദൈവത്തിൻ്റെ കൃപയുടെ വഴിയിലേക്ക് വിളിക്കുകയായിരുന്നു. ഉറക്കെ പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇടവചനത്തെ വിട്ടു പോരില്ല, എൻ്റെ ഇടവകനെ വിട്ടു പോരുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ അതുപോലെ അങ്ങോട്ട് ഒന്നായി പോയായിരുന്നു. ഹല്ലേലൂയ. പിന്നെ സെഗിയോൻ ധ്യാന കേന്ദ്രവും അതുപോലെ സെഗിയോൻ ധ്യാന കേന്ദ്രം അത് ശുശ്രൂഷ സെഗിയോൻ ധ്യാന കേന്ദ്രം പോലെ പാലക്കാട് രൂപതയിൽ അച്ഛന്മാർ സെഗിയോൻ ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ക്ലോസ് ആയിരുന്നു. അച്ഛന്മാരെ വേദനിപ്പിക്കാതെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റും, വിഷമിപ്പിക്കാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റും. അച്ഛന്മാർക്ക് വേണ്ടി എന്തു ചെയ്യും, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു എൻ്റെ രീതി. അത് ദൈവം ഏതാണ്ട് നല്ല ലെവലാക്കി തന്നു. കാരണം അല്ലെങ്കിൽ എനിക്ക് സെഗിയോൻ ധ്യാനത്തിൽ വിട്ടുപോരാന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ കർത്താവ് അതിനെ നല്ല സ്ഫുടം ചെയ്ത് സന്തോഷത്തോടെ കർത്താവ് ഇത് നിൻ്റെയാണ്, നിൻ്റെ കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെടാൻ തക്കവിധം ദൈവം നമ്മുടെ മനസ്സിന് ഒരുക്കി. നമുക്ക് അറിയാതെ ഓരോ കാര്യത്തോടും ഒരു അടുപ്പം കൂടും, ഒരു സ്വന്തമെന്ന് തോന്നും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിതാവ് പുത്രന് എന്നതുപോലെ നല്ല ദൈവം നല്ല ശിക്ഷണം നൽകി നമ്മളെ നിത്യതയുടെ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും. നമ്മൾ ഏറ്റവും സ്വന്തമായി കരുതുന്ന എല്ലാം നമുക്ക് ഏറ്റവും ബിറ്ററായിട്ട് മാറും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ബിറ്റർ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ഫോർ ബെറ്റർ ലൈഫ്. ഈ ബിറ്റർ എന്ന് പറയുന്നത് ബെറ്റർ ആകാൻ വേണ്ടിയുള്ളതാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 5 തൊട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 5 തൊട്ടുള്ള വാക്യങ്ങൾ. അവിടെ എന്താ നമ്മൾ കാണുന്നത്? 5 തൊട്ട് 11 വരെ ആയിക്കോട്ടെ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 5 തൊട്ട് 11 വരെ. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. അന്ന് ഞാൻ നഷ്ടധൈര്യനായി. ഞാൻ വിചാരിച്ചത് എന്ത് ലോകം, ഈ ലോകത്തിൽ ആരെ വിശ്വസിക്കും, ആരെ നമ്മൾ വിശ്വസിക്കും? മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? ഈ മനുഷ്യർക്ക് ഇങ്ങനെയാണോ? ഏറ്റവും നല്ലത് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വലിയ വിഷമം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഭാര്യനെ കുറിച്ചുണ്ടാകും, മക്കളെ കുറിച്ചുണ്ടാകും, അച്ഛനമ്മ ഇടവക്കാരെ കുറിച്ചും സ്നേഹിതരായ വൈദികരെ കുറിച്ചൊക്കെ അച്ഛനുണ്ടാവും. നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ഏറ്റവും ഉറ്റവരായ ബന്ധുക്കൾ, മിത്രങ്ങൾ, മക്കൾ, ബന്ധുക്കൾ, അവരെ കുറിച്ച് കല്യാണം കെട്ടിച്ചു വിട്ടവർ, കെട്ടിക്കാത്തവർ, എല്ലാത്തിനെ കുറിച്ചുണ്ടാവും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ നീ നഷ്ടധൈര്യനാകരുത്. നീ അന്ന് നമ്മൾ പലപ്പോഴും നഷ്ടധൈര്യരാകും. എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അത് പ്രഷ്യസ് ആയിട്ട് എടുക്കണം, അത് സന്തോഷത്തോടെ എടുക്കണം. എൻ്റെ കർത്താവ് എനിക്ക് നല്ല കാര്യങ്ങൾ ഒരുക്കുന്നു. എൻ്റെ കർത്താവിന് കുറച്ചും കൂടെ നല്ല ഒരു കിരീടം എനിക്ക് വേണ്ടി ഒരുക്കുകയാണ്. എനിക്കൊരു കിരീടം കിട്ടാൻ പോകുന്നു. എനിക്ക് കുറച്ചും കൂടെ നന്മ വരാൻ പോകുന്നു. എനിക്ക് എന്തോ ഒരു കൃപ ദൈവം തരാൻ പോകുന്നു. എനിക്ക് എല്ലാ കൃപകളും കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കരമായൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്കൊരു കൃപ തരാൻ പോകുന്നു. ദൈവം എനിക്ക് നല്ല കാര്യത ഒരുക്കി തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ദൈവം തൊട്ടടുത്തെത്തി ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ കൊട്ടയുമായി തൊട്ടടുത്തെത്തുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്നറിയോ? ഭയങ്കരമായ അന്ന് വരെ കിട്ടാത്തൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമായി കണക്കാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. എടുക്കുക, ടേക്ക് ഇറ്റ്. ആവേശത്തോടെ എടുക്കണം, ഒന്നും കളയരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. നീ മനസ്സ് മടുക്കരുത്. നീ നിരാശനാകരുത്. നീ പിൻവലിയരുത്. നീ പുറകോട്ട് പോകരുത്. നീ നിഷ്ക്രിയനാകരുത്. താൻ സ്നേഹിക്കുന്നവന്, അത് ഒരുമിച്ച് വായിച്ചേ, എല്ലാവരും ചേർന്ന് വായിച്ചോ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുക. എന്താ പ്രഹരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മണ്ടല്ലോ, മലയാളം മീഡിയം ആരുമില്ല. ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ടീച്ചർമാരുള്ളത് ഉറക്കെ പറഞ്ഞേ. പ്രഹരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്നെ പഠിപ്പിച്ച 3 ടീച്ചർമാർ ചങ്ങനാശ്ശേരി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു അമ്മൻ ടീച്ചർ, ഒരു ജോളി ടീച്ചർ, ഒരു തെരേസ ടീച്ചറും. എൻ്റെ കർത്താവെ, ഒന്നും പറയണ്ട, അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റ് തുന്നം പാടിയേനെ. ഞാനവിടെ പാലക്കാട് പള്ളിക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ച് ഒരു വസ്തു വരെ തലയും മനസ്സിലാകണം, പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ടീച്ചർമാർ വന്നതിന് ശേഷം ഭയങ്കര എളുപ്പമായി പഠിപ്പൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് അവരെ മറന്നിട്ടില്ല. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിച്ചു നോക്കിയേ, എന്താ പറയണത്? കർത്താവ് പറയുകയാണ്, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടി കൊടുക്കുക എന്നാണ്. നല്ല അടി കിട്ടും. എൻ്റെ ടീച്ചർമാരെന്നെ അടിച്ചിട്ടില്ല. അവർക്ക് നല്ല നമ്മൾ ടീച്ചർമാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടീച്ചർമാർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുമ്പോൾ നമ്മളെല്ലാം നന്നായി പഠിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ചു നോക്കിയേ, മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. നിങ്ങൾ സഹിക്കണത്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഇത് മാറിപ്പോയല്ല. അല്ലെങ്കിൽ പിന്നെ കർത്താവ് സ്നേഹമില്ലാത്തവനാകണം. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങൾക്ക് ശിക്ഷണം തരികയാണെങ്കിൽ അത് മാറിപ്പോയല്ല. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്.
രോഗം നിങ്ങൾ വഹിക്കേണ്ടത്. ശിക്ഷണത്തിന് വേണ്ടിയാണ് ഈ തകർച്ച നിങ്ങൾ എടുക്കേണ്ടത്. ശിക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു ജീവിത പങ്കാളിയെ നീ നിന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടത്. നിന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ വേണ്ടി ശിക്ഷണത്തിന് വേണ്ടിയാണ് നീ ഇത് സഹിക്കേണ്ടത്. അടുത്തത്, മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ചങ്ങനാശ്ശേരി ഉള്ളവർക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ തുടർന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടി അത്രേ. ആ വചനഭാഗം മാത്രം ഒന്ന് ഉറക്കെ വായിച്ചേ. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടി അത്രേ. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുകാരാകാൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായി തീരുന്നത് വരെ ഈ ശിക്ഷണം തുടരും. ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് തോന്നണില്ല. എത്ര നേരത്തെ നിങ്ങൾ വിശുദ്ധിയായോ അത്ര നേരത്തെ നിൽക്കും. തൻ്റെ പരിശുദ്ധിയിൽ നമ്മളെ പങ്കുകാരാക്കാൻ വേണ്ടി നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ ശിക്ഷിക്കുകയും പ്രഹരിക്കുകയും ബിറ്ററായ ജീവിതാനുഭവങ്ങളിലൂടെ നടത്തുകയും ചെയ്യും. അത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് വാർഷിക ധ്യാനം കൊണ്ടൊന്നും ഒരാത്മാവ് കുറച്ചൊക്കെ ശരിയാവുമെന്നല്ലാതെ നല്ല ബിറ്ററായ വഴികളിലൂടെ നടന്നാൽ ശരിയാവും. ഫർണസിലിട്ട് ഉരുക്കണം. ഇൻ ദ ഫർണസ് ഓഫ് ഹ്യൂമിലിയേഷൻസ്. കർത്താവ് ഒരു വ്യക്തിയെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കാൻ തുടങ്ങിയാൽ he will be tested in the furnace of humiliations. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. സ്വർഗത്തിന് വേണ്ടി നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നമ്മളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കും. എന്താ? നമ്മുടെ വിലകെട്ട ലോകങ്ങളെല്ലാം സ്ലാഡ് എന്നാണ് പറയുന്നത്. നമ്മളിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകങ്ങളെല്ലാം നമ്മളിന്ന് ഉരുക്കി ഇരുമ്പിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയൊരു വെള്ളം ചൂടാക്കണമെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മതി. ഇരുമ്പ് ഇങ്ങനെ വെള്ളം പോലെ ആകണമെങ്കിൽ 100 ഡിഗ്രി കൊണ്ടാവില്ല. സ്റ്റീലും അതുപോലെ തന്നെ ഉരുക്കും ഒക്കെ വെള്ളം പോലെ ഉരുക്കി ദ്രാവകരൂപത്തിലാണെങ്കിൽ 1500 ഡിഗ്രി 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വേണം ഉരുക്കാൻ. സ്വർഗത്തിന് വേണ്ടി ഒരു ആത്മാവിനെ ദൈവം സ്ഫുടം ചെയ്യാൻ തുടങ്ങിയാൽ ഇതുപോലെ വലിയ ഫർണസ്, അതിൻ്റെ പേരാണ് ഫർണസ്. ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ ചട്ടിയും കലം എന്ന് പറഞ്ഞാൽ മതി. അതിന് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ഇതിനകത്ത് ഫർണസിലിട്ട് ഇതിനെ ശുദ്ധി ചെയ്യും. അതാണ് പ്രഭാഷകൻ 2:5. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ they will be tested in the furnace of humiliations. വലിയ ഫർണസിലിടും. അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. അവിടെ നിൽക്കുകയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ച് കണ്ണിമ വെട്ടാതെ നോക്കി കർത്താവ് തൊട്ടടുത്തുണ്ട്. ആ സമയത്ത് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകാൻ ദൈവം തന്നെ നേരിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2015 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2015 എന്താ പറയണമെന്നറിയാമോ? പരിപൂർണതയുടെ വഴി, വിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടി ഒരു വ്യക്തിനെ എലവേറ്റ് ചെയ്യുന്ന, അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താണ്? കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാവും. പരിത്യാഗവും ആധ്യാത്മിക സമരവും ഇല്ലാതെ വിശുദ്ധിയില്ല. തപശ്ചര്യകളും പരിത്യാഗവും ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമാണ്. അവ ക്രമേണ സുവിശേഷ ഭാഗ്യങ്ങളുടെ സമാധാനത്തിലും സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുന്നവയാണ്.
മുകളിലേക്ക് കയറുന്നവൻ തുടക്കത്തിൽ നിന്ന് തുടങ്ങി അതിനേക്കാൾ വലിയവയുടെ തുടക്കം തുടരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കുരിശിൻ്റെ വഴി നടത്തുന്നു, നമ്മളൊരു ചമ്മട്ടി ഉണ്ടാക്കി നമ്മൾ അടിക്കാൻ തുടങ്ങുന്നു, അതിനേക്കാളെല്ലാം അനേക ഇരട്ടി വിലയുള്ളതാണ് ദൈവം സ്നേഹപൂർവ്വം തരുന്ന ശിക്ഷണം സ്വീകരിക്കുക എന്നുള്ളത്. നമ്മളൊരുപാട് പ്രാർത്ഥിച്ച് നമ്മളൊരു ബിസിനസ് തുടങ്ങി, കുറേ കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊട്ടി, നമ്മൾ തവിട്ട് പൊടിയായി പോയി. അതിനോടനുബന്ധിച്ച് വരുന്ന മാനസിക സംഘർഷങ്ങൾ, അതിനോടനുബന്ധിച്ച് വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, നമുക്ക് നല്ല വേദന ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രഹരങ്ങൾ നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വൈദികർക്കും അൽമായർക്കും എല്ലാവർക്കും അത് കിട്ടും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് അത് കിട്ടണമെന്നറിയാവോ? അത് കിട്ടാൻ കാരണം എന്താ? അത് കിട്ടാൻ കാരണം മലാക്കി 3:2. അത് കിട്ടാൻ കാരണം മലാക്കി 3:2 ഇങ്ങനെ പറയണത്, നമ്മുടെ ദൈവം അലക്കുകാരന്റെ കാരം പോലെ, അലക്കുകാരന്റെ കാരം പോലെയാണ് ദൈവം. എന്താ അലക്കുകാരന്റെ കാരം? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയും അവിടുന്ന് ഉപവിഷ്ടനാകും. കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കാരം ഈ തുണിയിലൊക്കെ ഉള്ള അഴുക്കെല്ലാം കഴുകി കളയാൻ വേണ്ടി, ഇല്ല പുഴുങ്ങി അലക്കിയൊക്കെ, പുതുപ്പൊക്കെ പുഴുങ്ങി അലക്കുന്നത് കണ്ടില്ല, പണ്ട് കാലത്താണ്. ഇപ്പോഴെവിടെ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഇല്ലാതിരുന്ന കാലത്ത് പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരോട് ചോദിച്ചാൽ അറിയാം, കാരമിട്ട് പുഴുങ്ങി അലക്കും. ഈ കാരത്തിൻ്റെ പ്രത്യേകത, കാരത്തിന് ചെളിയുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ചെളി ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ പോയിന്റ് പോണത് വരെ കാരം അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരം ഇതുപോലെയാണ്. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് മുഴുവൻ പോകുന്ന വരെ ദൈവം തമ്മിൽ ഇത് ഇങ്ങനെ ക്ലാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ പക്ഷേ ഈ ചെളി ജയിക്കില്ല, ചെളി തോക്കുള്ളൂ. ചെളി ഇവിടുന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ചെളിയെല്ലാം പറഞ്ഞു പോകുന്നത് വരെ ദൈവം അലക്കുകാരൻ്റെ കാരം പോലെ അവിടെ ഉപവിഷ്ടനാവും. നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത എത്തുന്നത് വരെ ഈ സഹനം ഉണ്ടാവും. ഈ ചെളി പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവും. നമ്മുടെ സമ്പത്ത് പറഞ്ഞു പോയി, നമ്മുടെ ആരോഗ്യം പോയി, നമ്മൾ രോഗിയായി, നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് പല പ്രശ്നമുണ്ടായി, നമ്മുടെ ഈ ലോകത്തിലെ പല സാധനവും പറിച്ച് കളയും. അതുവഴിയാണ് അശുദ്ധി കയറി വന്നുകൊണ്ടിരുന്നത്. ഈ ആ ചെളി മുഴുവൻ പോകുന്നത് വരെ അവിടെ ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയും അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞ ഒരുപാട് ആധ്യാത്മികരുടെ ആത്മീയ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ എന്താ പറയണത്? ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞെങ്ങനെയാണ്, ഓരോരുത്തരുടെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വന്തം ലോകം എന്താ പറയുന്നത്, ഓരോരുത്തരും അവനവൻ്റെതായ ഒരു ലോകം കെട്ടിപ്പോക്കി അതിനുള്ളിലിരിക്കുക. അതൊന്നും കർത്താവ് അംഗീകരിച്ചിട്ടില്ല. നോക്കിയേ, ഇത് വായിച്ചു നോക്കിയേ. ഓരോരുത്തരും തൻ്റെ അഭിരുചിക്ക് അനുയോജ്യമായ വിധമാണ് ഭക്തിയെ സങ്കല്പിക്കുന്നത്. ഉപവാസത്തിൽ അതിതൽപരനായ ഒരാൾ തൻ്റെ ഹൃദയ മാലിന്യത്തെ വകവെക്കാതെ ഉപവസിക്കുന്നതുകൊണ്ട് മാത്രം ഭക്തനായി ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്ന് വിചാരിച്ച് നടക്കും. ഹൃദയമാലിന്യം എത്രയുണ്ടെങ്കിലും, അശുദ്ധ ചിന്തകളും അശുദ്ധ ഭാവനകളും അശുദ്ധി എത്രയുണ്ടായാലും അയാൾ പ്രശ്നമില്ല. അയാൾ ഉപവാസവും പ്രാർത്ഥനയും വലിയ ടോപ്പായി കൊണ്ട് നടക്കും. ഞാൻ 50 ദിവസം വെള്ളം മാത്രം കുടിച്ച് നോമ്പെടുത്ത ആളാന്ന് പറഞ്ഞിട്ട് അഭിമാനിച്ചിറക്കും. ഹൃദയം മുഴുവൻ അശുദ്ധിയായിരിക്കും, ഹൃദയം മുഴുവൻ വെറുപ്പായിരിക്കും, ഹൃദയം മുഴുവൻ വാശിയായിരിക്കും. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ വാശി കൊണ്ട് അയാളെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം വലിയ ആത്മീയനായിട്ടാണ് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ തിരസ്കൃതനാവും. അടുത്ത വായിച്ചു നോക്കിയേ. ഉപവാസ ഭംഗം ഭയന്ന് ശുദ്ധജലം പോലും അയാൾ അദ്ദേഹത്തോട് അടുപ്പിക്കുകയില്ല. ഉമിനീര് പോലും ഇറക്കാൻ അദ്ദേഹം ഭയപ്പെടുകയാണ്, ഉപവാസം ലംഘിക്കുമെന്ന് വിചാരിച്ച്. എന്നാൽ പരദൂഷണത്താലും അപവാദത്താലും ആ അധരങ്ങളെ മലീമസമാക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. വേറൊരാൾ ധാരാളം ജപങ്ങൾ ഉരുവിടുന്നത് കൊണ്ട് ഭക്തനായി കരുതുന്നു. അടുത്ത നിമിഷം കോപാവിഷ്ടനായി ആ നാവുകൊണ്ട് തന്നെ അന്യരുടെ മേൽ ശകാര വർഷം ചെയ്യുന്നതിന് അയാൾക്ക് യാതൊരു സങ്കോചവുമില്ല.
ദൈവത്തിൻ്റെ ആളെ ഭക്തനായത് എല്ലാവരുടെ മുമ്പിൽ നടക്കുകയും ചെയ്യും. അടുത്തത് മൂന്നാമതൊരു കൂട്ടർ പണപ്പെട്ടി തുറന്ന് സസന്തോഷം എല്ലാ പൈസ എടുത്ത് ദാനം ചെയ്യും. എന്നാൽ ശത്രുവിനോട് ഹൃദയം തുറന്ന് ക്ഷമിക്കേണ്ട കാര്യം പറഞ്ഞാൽ ആ കാര്യം പറഞ്ഞിങ്ങോട്ട് വരണ്ടെന്ന് പറയും. ക്ഷമിക്കാൻ മാത്രം പറയണ്ട, ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അവരനാകട്ടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ റെഡിയാണ്, പക്ഷെ കോടതി കയറാതെ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുകയല്ല. ഇത്തരക്കാർ ലോകദൃഷ്ടിയ ഭക്തരായി പരിഗണിക്കപ്പെട്ടേക്കാമെങ്കിലും അവർ ദൈവത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. അവർ ദൈവത്തിൻ്റെ അല്ല. അതിങ്ങനെ പോയാൽ അവർ നശിക്കും. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം, നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ വേണ്ടി അലക്കുകാരൻ്റെ കാരം പോലെ അവിടുന്ന് വന്ന് നമ്മുടെ ഉള്ളിലിരിക്കും. നമ്മളെ അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുകാരാക്കി, അവിടുത്തെ പരിശുദ്ധിയിൽ നമ്മളും അവിടുത്തെ പോലെ പരിശുദ്ധരാകാൻ അവിടുന്ന് ഒലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളിങ്ങനെ പറയുന്നില്ലേ, വാ വാ ഈശോ വന്നതാണ്, അപ്പോഴതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മളെ സ്നേഹിക്കുമ്പോഴും നമുക്കിതുപോലെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും. ഇനിയും വേണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ശിക്ഷണം. സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ശിക്ഷണം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയേ. ഒരു അമ്മ ഇരിക്കുകയാണ്. അമ്മയുടെ ഒരു 3 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടിയെന്ന് വിചാരിക്കും. അവനിങ്ങനെ നീന്തിയല്ല, അങ്ങനെ നടന്നു പോകാനുള്ള പ്രായമുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല, അങ്ങനത്തെ ഒരു പ്രായമുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടി ആ കിണറ്റിൻ്റെ അടുത്തേക്ക് നടന്നു പോവുക. കിണറിന് ഇങ്ങനെ വക്ക് കെട്ടിയിട്ടൊന്നുമില്ല. കിണർ വലിയ കുഴിയുള്ള കിണറാണ്, ആഴമുള്ള കിണറാണ്. ആ കിണറിൻ്റെ അടുത്തേക്ക് വക്ക് കെട്ടാത്ത കിണറാണ്. കിണറിൻ്റെ അടുത്തേക്ക് ആ കുട്ടി നടന്നു പോവുകയാണ്. ആ അമ്മ എന്ത് ചെയ്യും? ഉറക്കെ പറ. ഒന്നും ചെയ്യാനല്ലേ. അമ്മ എന്ത് ചെയ്യും? ഉറക്കെ പറഞ്ഞോ. അമ്മ ആദ്യം പറയും, മോനെ അങ്ങോട്ട് പോകണ്ട, മയത്തി പറയും അല്ലേ. പിന്നെയോ അത് ഈ കുട്ടിക്ക് ബാധകമാണ്. കുട്ടി അതൊന്നും മൈൻഡ് ചെയ്യില്ല. കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ അമ്മ സ്വരം കടുപ്പിക്കും. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് അമ്മ ആക്രോശിക്കും. കുട്ടിക്ക് അതൊന്നും ബാധകമല്ല. കുട്ടി മുമ്പോട്ട് തന്നെ പോകും. അപ്പോഴോ ഈ അമ്മ എഴുന്നേറ്റ് ഇരുന്ന് അതിന് 2 നല്ല അടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരും. അടി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ആ പ്രായത്തിൽ, ആ കുട്ടിയുടെ ആ മനസ്സിൻ്റെ ഘടന അനുസരിച്ച് ആ ജ്വരത്തിൽ നിന്നും അതിനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. ഒരു ജ്വരമാണ്, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അമ്മ അവിടെ ഇരിക്കുകയാണ്, കുട്ടി കിണറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മ കുട്ടിയോട് പറഞ്ഞ്, കിണറാണ്, പോകണ്ട, പോയാൽ കിണറിൽ വീഴും, നീ മരിക്കും. ഇതാണ് വാർഷിക ധ്യാനത്തിൽ പറയണത്. കുട്ടി അതൊക്കെ കേട്ടെങ്കിലും ധ്യാനം കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് തന്നെ പോയി. 2ാമത് സ്വരം കടുപ്പിച്ച് പറഞ്ഞു. ചെറിയ ലഘു ശിക്ഷകൾ കൊടുത്തു. അപ്പോഴും കുട്ടി അതൊക്കെ അതും സാറില്ലെന്ന് പറഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോയി. ഈ അമ്മ എന്ത് ചെയ്തു? ഈ അമ്മ അവിടെ തന്നെ പിന്നെ നീ പോയി അനുഭവിച്ച് പഠിക്കുന്നു പറഞ്ഞ് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് പറ, എന്താവും? അതിനകത്ത് പോയി വീഴും. ഈ അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അമ്മ ഓടിയെത്തിയിരിക്കും അല്ലേ? ശരിയല്ലേ? സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ശിക്ഷണം. ആദ്യം ചെറിയ ഇതൊക്കെ പറയും, പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അമ്മ ആ കുട്ടിയെ നശിക്കാതിരിക്കും. അമ്മ ആ കുട്ടിയെ ഈ ശിക്ഷണത്തിന് വിധേയപ്പെടുത്തും. സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് എന്ത്? ശിക്ഷണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യം. സുഭാഷിതങ്ങൾ 20:30. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ
ദുശീലങ്ങളെ നല്ല ശരീരത്തിന് വേദന കൊടുക്കുന്നത് പോലെ ശിക്ഷണം കൊടുക്കും. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധിയാക്കുന്നു. അതെല്ലാവരും ചേർന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും കിട്ടാനുള്ളതാണ് എന്നവർക്ക് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഇത് കുട്ടികൾക്കുള്ളതാണെന്ന്. കുട്ടികൾക്കല്ല, ഇത് വലിയ കുട്ടികൾക്കുള്ളതാണ് എന്നവർക്ക് പറഞ്ഞ. ഹല്ലേലൂയ. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധിയാക്കുക. കാരണം എന്താ? ഇതിനകത്ത് ബോഷത്തെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഇത് ചെറിയ വിധത്തിൽ വാർഷിക ധ്യാനം കൂടിയാണെന്നും പോയില്ല. ഇത് ആ ഒരു ജ്വരമാണ്, അത് പോകണം, കിണറെന്താന്ന് കാണണം. എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഈ അമ്മ ഒരു വല്ലാത്തൊരു ശല്യമാണല്ലോ, ഇടം വല്ല തിരിയാൻ സമ്മതിക്കുന്നില്ലല്ലോ, അത് മത്സരിച്ച് പോവുകയാണ്. സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ശിക്ഷണം. അത് നല്ല താടനമായിരിക്കും. കനത്തടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധി ചെയ്യും. കുട്ടി കരയും, കുട്ടി ദേഷ്യപ്പെടും, കുട്ടി പിണങ്ങും എന്നൊന്നും വിചാരിച്ച് അതൊന്നും അമ്മയ്ക്ക് ബാധകമല്ല. ഇവിടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശിക്ഷണത്തെ നിസ്സാരമായി നിങ്ങൾ കണക്കാക്കരുത്. സ്നേഹത്തിന്റെ കളയമാസാണ് ദൈവം തരുന്ന ശിക്ഷണം. ശിക്ഷണത്തിന് വേണ്ടിയാണ് നാം സഹിക്കേണ്ടത്. ഇതൊന്നുമില്ലാത്തൊരു വെള്ളരിക്കപ്പെട്ടണം നിങ്ങൾ സ്വപ്നത്തിൽ കാണരുത്. ഈ ധ്യാനം കഴിഞ്ഞ് നന്നായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മാലാഖയുടെ ചിറകിൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കരുത്. വേദനയുടെയും തകർച്ചയുടെയും ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒക്കെ ജീവിതമാണിത്. അവിടെ പിതാവ് പുത്രൻ എന്നതുപോലെ ദൈവം ശിക്ഷണം തരും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാവിന് സന്തോഷം. നമ്മുടെ പിതാവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി രണ്ട് കരയിൽ ഉറക്കെ പറയാം. നമ്മുടെ പിതാവ് ശരിക്കും ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പിതാവിൻ്റെ സാന്നിധ്യം, പിതാവിൻ്റെ സ്വരവും കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ്. പിതാവിനെ ഓർത്ത് ഒത്തിരി പേർക്ക് സന്തോഷം. ആപ്പെടുത്തി എനിക്ക് സന്തോഷം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ചങ്ങനാശ്ശേരിയിലുള്ള ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വചനം കേൾക്കണമെന്നും, അതുപോലെ ഇവിടെ മാത്രമല്ല ഈ ചങ്ങനാശ്ശേരിയുടെ എല്ലാ പ്രദേശങ്ങളിലും ദൈവവചനം കൊണ്ട് കഴുകി നിർമ്മലമാക്കപ്പെട്ട ദൈവത്തിന് ജനം ഉണ്ടാകണമെന്ന് പിതാവിൻ്റെ മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം കർത്താവ് സഫലീകരിക്കുകയാണ്. എഫേസോസ് 5-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം, എഫേസോസ് 5:26. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി, വചനത്താൽ വെണ്മയുള്ളതാക്കി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ അതിരൂപതയുടെ എല്ലാ മക്കളും ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയുണ്ടാകണമെന്ന് പിതാവ് അതിയായി ആഗ്രഹിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ സഹനം നമ്മൾ ഇഷ്ടപ്പെടില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശിക്ഷണം സന്തോഷമായി തോന്നുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷണം എന്താവും? ദൈവത്തിൻ്റെ ശിക്ഷണം അവർക്കത് ഒരു വലിയ ഒരു നാശമായിട്ട് തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22:15, സുഭാഷിതം 22:15 കനത്ത അടി ഉള്ളറകളെ ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിശുവിൻ്റെ ഹൃദയത്തിൽ ബോഷത്വം കെട്ടുപിളഞ്ഞ് കിടക്കുന്നു, ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു. ശിശുവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മാറ്റിക്കളയാം. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു പാപത്തിൽ അഡിക്ഷനായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ബോഷത്വം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഒരു ജ്വരത്തിന് അടിമയായ, ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു ജ്വരം കയറിയാൽ മതി. ഇപ്പം എൻ്റെ ഒരു ജ്വരമായിരുന്നു, എൻ്റെ ഇടവക എൻ്റെ ഒരു ജ്വരമായിരുന്നു. ആ ജ്വരത്തിൽ 24 മണിക്കൂർ 3 വർഷം ഞാൻ ചത്ത് പണിയെടുത്തിട്ടുണ്ട്. അപ്പം എന്തായി? കർത്താവിന് മനസ്സിലായി, കർത്താവിനേക്കാൾ കൂടുതൽ ഈ ഇടവക ജനങ്ങളെയാണ് സ്നേഹിക്കുന്നത് എന്ന്. അപ്പം ഇത് കർത്താവ് ചെറിയൊരു ശിക്ഷണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ദൈവത്തിന് ഇഷ്ടം പൂർത്തിയാകുന്നത് ആയിക്കോട്ടെ, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇടവകയെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവഹിതം നടപ്പാകുന്നതിൽ സന്തോഷത്തിലേക്ക് വരാൻ പറ്റും.
എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഭോഷത്വം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. സഭാപ്രസംഗൻ 9-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. സഭാപ്രസംഗൻ 9-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. അവിടെ സഭാപ്രസംഗൻ കൊട്ടേഷൻ മാറിയിട്ടുണ്ട്, സാരമില്ല. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്ങനെ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് അച്ഛനെങ്ങനെയൊക്കെ പറ്റുമെന്നൊക്കെ അറിയണം, നല്ലതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വചനം ഇതാണ്: മനുഷ്യൻ്റെ ഹൃദയം ഓരോ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നനച്ചിരിക്കാത്ത സമയത്ത് അവൻ മൃതര ലോകത്തേക്ക് പ്രവേശിക്കുന്നു. സഭാപ്രസംഗകൻ 9-ാം അധ്യായം 3-ാമത്തെ വാക്യം തന്നെ, അതിൻ്റെ അവസാന ഭാഗം. സഭാപ്രസംഗൻ 9:3 അവസാന ഭാഗം തന്നെയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ജീവിതകാലം മുഴുവൻ അത് ഓരോ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അത് മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ ദൈവത്തിൽ പങ്കാളികളില്ലാതെ ലോകത്തിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം നശിച്ചു പോകും. അതുകൊണ്ട് ദൈവം നമ്മളെ ഒന്ന് വിശദീകരിക്കുക. അതാണ് 22:15. എന്താണ്? ശിശുവിൻ്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപണഞ്ഞ് കിടക്കുക. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. കനത്ത താടനം ഹൃദയത്തിൻ്റെ ഉള്ളറകളെ ശുദ്ധി ചെയ്യും. 119-ാം സങ്കീർത്തനത്തിൽ 71-ാം തിരുലിഖിതം, 119-ാം സങ്കീർത്തനത്തിൽ 71-ാം തിരുലിഖിതം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു. ദുരിതങ്ങൾ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വലിയൊരു ബ്ലെസ്സിങ്ങാണ്. ദുരിതങ്ങളെല്ലാം ഒരു ബ്ലെസ്സിങ്ങാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഓരോ ജ്വരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ ജ്വരം. സഭാപ്രസംഗം 9:3 അവസാന ഭാഗം പറയണത് പോലെ അത് ജീവിത അവസാനം വരെ മനുഷ്യൻ്റെ ഹൃദയം ഓരോ ജ്വരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് മാനസാന്തരപ്പെടാൻ കൂട്ടാക്കില്ല. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയുടെ വിചാരം എന്താ? ഞാൻ മരിക്കും, അതുകൊണ്ട് മാനസാന്തരപ്പെടാം, ഞാനൊന്ന് ഒരുങ്ങട്ടെ, മരണത്തിനോട് ഒരുങ്ങട്ടെ എന്നാണ് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയുടെ വിചാരം. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാണി മുമ്പിൽ കൂടെ പറന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യത്? അത് നാക്ക് നീട്ടി ആ പ്രാണീനെ പിടിച്ച് എങ്ങനെയെങ്കിലും ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്കും. ഇതുപോലെയാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചോ നമ്മുടെ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവസാന സെക്കൻഡിലും നമ്മുടെ വിചാരം എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം എങ്ങനെയാണ് കനത്ത അടി കർത്താവ് തരുന്നത് എന്നൊന്ന് പറയാൻ വേണ്ടിയാണ്. മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധി ചെയ്യുന്ന കർത്താവിൻ്റെ കനത്ത അടി എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അടുത്തൊരു വചനഭാഗം. അത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 33-ാം അധ്യായം 1 തൊട്ട് 12 വരെ തിരുലിഖിതങ്ങൾ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 33-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് മനാസെ രാജാവിനെ കുറിച്ചാണ്. ഹെസക്കിയ എന്ന് പറയുന്ന നല്ല ദൈവഭക്തനായ ഒരു രാജാവിൻ്റെ മകനായിരുന്നു മനാസെ എന്ന് പറഞ്ഞ രാജാവ്. 12-ാമത്തെ വയസ്സിൽ രാജാവായി. 12-ാമത്തെ വയസ്സിൽ രാജാവായി. അപ്പൻ മരിച്ചു, അമ്മയാണ് വളർത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ജനിച്ചപ്പോൾ തന്നെ അധികാരമുണ്ട്, പണമുണ്ട്, സിംഹാസനമുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാം ഉണ്ട്. അവൻ്റെ ജീവിതം ദൈവ നിഷേധിയുടെ ജീവിതമായി മാറി. അവൻ്റെ അപ്പനായ ഹെസക്കിയ എന്തെല്ലാം നന്മകൾ വിചാരിച്ചിരുന്നോ അതിന് നേരെ ഓപ്പോസിറ്റായി ജീവിക്കാൻ തുടങ്ങി. വായിച്ചു നോക്കാം. 33-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ ആദ്യം വായിക്കാം. മനാസെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് 52 വർഷം ദൈവത്തിൻ്റെ ജനത്തെ ഭരിച്ച ഒരു രാജാവാണ്.
പക്ഷേ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് അധികം താമസിയാതെ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. വേദന, ജീവിതത്തിൻ്റെ വേദന അറിഞ്ഞിട്ടില്ല, ജീവിതത്തിൻ്റെ നൊമ്പരം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നിഷ്ടത്തിന് പോയി. അപ്പനില്ലാതെ വളർന്നു, തന്നിഷ്ടത്തിന് പോയി. അദ്ദേഹം എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളും ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൻ എസക്കിയ ദൈവഭക്തി ബലപ്പെടുത്താൻ നോക്കി, അപ്പൻ എസക്കിയ വിഗ്രഹാരം നിർത്താൻ നോക്കി, അപ്പൻ എസക്കിയ ശിശുബലി നിർത്താൻ നോക്കി, അപ്പൻ എസക്കിയ പിന്നെ അന്യദൈവ ആരാധനാ രാജ്യത്ത് നിന്ന് കംപ്ലീറ്റ് തുടച്ചു മാറ്റി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെ രൂപപ്പെടുത്തി. ഈ പുതിയ രാജാവ് വന്നിട്ട് നേരെ തിരിച്ചാക്കി. വായിച്ചു നോക്കിക്കേ, അദ്ദേഹം പറയാണ്, ഇസ്രായേൽ കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധി തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു, ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു, അക്ഷര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു, ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അടുത്തത് വീണ്ടും വായിക്കാം, 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ. 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ. പിന്നെന്താ കാണുന്നത്? ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റ് ദേവന്മാരുടെ ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ദേവാലയത്തിൽ 2 അങ്കണങ്ങളിൽ അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ അവൻ ശിശുബലിക്ക് കൊടുത്തു. മാത്രമല്ല, ഇസ്രായേൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ കുടുംബങ്ങളും നിർബന്ധിച്ചു, മക്കളെ ബലി ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. കർത്താവ് രാജ്യത്ത് തുടച്ചു നീക്കിയ അനാചാരമായിരുന്നു അത്. വീണ്ടും പുത്രൻ രാജാവ് വന്നപ്പോൾ കൊണ്ടുവന്നു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശം ആരായുകയും ഒരിക്കലും ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞ എല്ലാം വാശിയോടെ ചെയ്യുകയാണ്. ചില മക്കൾ അതുപോലെയാണ്, നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല. പ്രേതാവിഷ്ടരും മന്ത്രവാദികളുടെ ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവൻ മുന്നേറി. താൻ ഉണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോട് ദൈവപ്രകാരം അരുളി ചെയ്തത്. ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കുമായി പ്രതിഷ്ഠിക്കുമെന്ന് പറഞ്ഞ ആ വിശുദ്ധ ആലയത്തിൽ മ്ലേച്ഛാചാരങ്ങൾ അവൻ അങ്ങോട്ട് നടപ്പാക്കി. അവൻ അങ്ങനെ അർമാദിച്ച് തിന്മയ്ക്ക് മേൽ തിന്മ ചെയ്ത് തിന്മയുടെ കൂമ്പാരമായി മാറി. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് നമ്മളോട് ചെയ്യുന്ന പോലെ തന്നെ ഈ വാർഷിക ധ്യാനത്തിലൂടെയും കൺവെൻഷനിലൂടെയും സംസാരിച്ചു, വചനത്തിലൂടെ സംസാരിച്ചു. അതാണ് 8-9 വാക്യങ്ങൾ. 8-9 വാക്യങ്ങൾ എന്താ പറയണത്? മോശ വഴി ഞാൻ നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിന്ന് ഇസ്രായേലിൻ്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല. ഇസ്രായേൽ ജനത്തിന് മുൻപായി കർത്താവ് നശിപ്പിച്ച ജനതയേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, മറ്റുള്ളവരും ചെയ്തു. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് 10-11. കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അവരോട് സംസാരിച്ചുകൊണ്ട് 10-11 വാക്യങ്ങൾ. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു. എന്താ സംസാരിച്ചത്? നിങ്ങൾ ഈ യാത്ര മുന്നോട്ട് പോകരുത്, ഇത് ദൈവനിഷേധമാണ്, ഇത് പാപമാണ്, ഇത് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ വകവെച്ചില്ല. ഇതാണ് നമ്മുടെ സാധാരണയുള്ള അവസ്ഥ. നമ്മൾ കേൾക്കും, പോകും, ഒരു മാറ്റവും വരത്തില്ല. നമ്മൾ കേൾക്കും, നമ്മൾ പോകും, വീണ്ടും അതുപോലെ തന്നെ തുടരും. തീരുമാനമില്ല. ടേക്ക് എ ഡിസിഷൻ, ടേക്ക് എ സ്റ്റാൻഡ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം, നിങ്ങളൊരു നിലപാടെടുക്കണം. എന്നാൽ ആ ജനവും ആ രാജാവും ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു, നിലപാടെടുത്തില്ല, തീരുമാനം എടുത്തില്ല. അവരുടെ വഴിക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ ആത്മാവ് നശിക്കും. ദൈവം അപ്പുറത്തെ രാജ്യത്ത് പോയി, അസീറിയ രാജാവിൻ്റെ രാജ്യത്തേക്ക് പോയി. ആ രാജാവിനെ പ്രചോദിപ്പിച്ചു. ആ രാജാവ് സൈന്യമായിട്ട് വന്ന് ഈ രാജ്യം ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ അടിമയാക്കി, ഇദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നു, ഇദ്ദേഹത്തിൻ്റെ കുടുംബം കൊട്ടാരമൊക്കെ തീയിട്ട് നശിപ്പിച്ചു, സർവ്വരെ അടിമകളാക്കി. ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തിപ്പറിച്ചെന്നറിയില്ല, എന്ന് പറഞ്ഞാൽ ദേവർ ബാർബേറിയൻസ് ആയിരുന്നു ഇവർ. അതുകൊണ്ട് കിരാതമായി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് പുത്രന്മാരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിന് ചങ്ങലക്കിട്ട്, 2 കൈക്ക് കാലിന് ചങ്ങലക്കിട്ട് അവിടെ നിന്ന് നടത്തി കൊണ്ടുവന്നു. ഈ അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ വലിയ പാതാളം പോലെ കിണറിനകത്തിട്ട് പൂട്ടി.
ചങ്ങലക്കുറ്റിയിലിട്ട് ചങ്ങലക്കിട്ട് ബന്ധിച്ച് അവിടെ കിടത്തി. അങ്ങനെ കൊളുത്തിട്ട് വലിച്ചു എന്ന് പറയണത്. അങ്ങനെ ഈ കിണറിൻ്റെ പാതാള കിണറിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ, ഇനി ഒരിക്കൽ പോലും സൂര്യപ്രകാശം കാണുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് പാതാള കിണറിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ വിളിച്ചു, ദൈവമേ. അവൻ്റെ ഹൃദയത്തിൽ അവന് ജീവിതത്തിൻ്റെ ദൈവത്തിന് അനുഭവം ഉണ്ടായി. അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചു. നമുക്കിപ്പോൾ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കുർബാനയുടെ സമയത്ത് ഒരു അനുഭവം കിട്ടിയല്ല. ഇതുപോലെ വല്ല പാതാളക്കെട്ടിൽ പോയി കടന്നാൽ ചിലപ്പോൾ മറക്കം പറഞ്ഞ ഹല്ലേലൂയ. എത്ര പേരെ പറഞ്ഞത് നമ്മുടെ പിതാവ് പ്രസംഗിച്ചില്ലേ, ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ. എന്താ കാരണം? നമ്മുടെ ഈ ഒരു ജീവിതത്തിന് നമ്മുടെ സ്വഭാവം തന്നെ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വാക്യം വായിച്ചു നോക്കിയേ, 12, 13 വാക്യങ്ങൾ വായിച്ചു നോക്കി. അല്ല, 11-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 11, 33, 11. കർത്താവ് മനാസയുടെ ജനത്തോട് സംസാരിച്ചു, പക്ഷേ അവർ വകവെച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അത് പലതും വരും. സൈനാധിപൻ എന്ന് പറഞ്ഞാൽ പലതും വരാം. അടുത്തുള്ള അയൽക്കാർ തലപൊക്കിയാൽ മതി, വേറെ നമ്മുടെ ഓഫീസർ തലപൊക്കിയാൽ മതി, ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി, ജീവിതം ദുരിതപൂർണ്ണമാക്കി മാറ്റി തരും. 2 വൈറസ് വിചാരിച്ചാൽ മതി, ദുഷ്ട വൈറസ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്താ പറയുന്നത്? അതിനെ കർത്താവ് അസീറിയൻ സേനാധിപനെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകൾ കൊണ്ട് കെട്ടി ബാബിലോണിലേക്ക് കൊണ്ട്. ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖ്. ഇസ്രായേലിൽ ഇറാഖ് 600 കിലോമീറ്റർ മറ്റോ ഉണ്ടാവുമെന്ന് തോന്നുന്നത്. അതെല്ലാം ചങ്ങലക്കിട്ട് നടത്തി, ചാട്ട കൊണ്ട് അടിച്ച് നടത്തി എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ചങ്ങലക്കിട്ട് ബാബിലോണിൽ കൊണ്ട് ഒരു പാതാള കിണർ പോലെ സ്ഥലമുണ്ട്, അതിനകത്ത് കൊണ്ടിട്ട് കെട്ടിപ്പൂട്ടി അവിടെ ഇട്ട്. അങ്ങനെ കിടക്കുമ്പോൾ 12-ാമത്തെ വാക്യം, കഷ്ടതയിലായപ്പോൾ, ഇതൊരു ശിക്ഷണമാണ്. കഷ്ടതയിലായപ്പോൾ തൻ്റെ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി അവൻ വിളിച്ചു, ദൈവമേ എന്ന് പറഞ്ഞ് തന്നെ എളിമപ്പെടുത്തി ഹൃദയത്തിൽ തട്ടി ജീവിതത്തിൽ ആദ്യമായി അവൻ വിളിച്ചു. എല്ലാ സുഖസൗകര്യമുള്ള സമയത്ത്, ബിസിനസ് എല്ലാം ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, കുടുംബത്തിലെല്ലാം ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കെട്ടിടമുണ്ട്, കാറുണ്ട്, എല്ലാം ഉള്ള സമയത്ത് നമുക്ക് വിളിക്കാൻ ചിലപ്പോൾ അത്ര എളുപ്പമല്ല, കുമ്പിടാൻ എളുപ്പമല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത്ര എളുപ്പമല്ല. ഒരല്പസമയം പ്രാർത്ഥനയ്ക്കോ കുർബാനയ്ക്കോ സമയം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമാണ്, കുമ്പിടുന്ന നമുക്ക് വിഷമാണ്, വയറിൻ്റെ കട്ടിയെല്ലാം കൂടിപ്പോയി, നമുക്ക് പറ്റില്ല, ആചാരം ചെയ്യാൻ പറ്റില്ല. അതെ, പഴയതുപോലെ അല്ല അച്ചോ, പഴയതുപോലെ നല്ല, ഇപ്പം കുമ്പിടാൻ പറ്റാതെയായി, നിലത്തിരിക്കാൻ പറ്റാതെയായി. മണിക്കൂറുകൾ നിലത്തിരുന്നും കമിഴ്ന്ന് വീണും ഒക്കെ പ്രാർത്ഥിക്കാൻ വേറെ വല്ലവരെ നോക്കണം, ഇതിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയായിരുന്നു നമ്മുടെ മനാസയുടെ സ്ഥിതി. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടു, ചെങ്കോല് നഷ്ടപ്പെട്ടു, കിരീടം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതെയായി. അങ്ങനെ ചങ്ങലക്കിട്ട് പാതാളക്കിണറ്റിൽ ഇങ്ങനെ ചങ്ങലക്കിട്ട് പൂട്ടി അങ്ങനെ കിടക്കുമ്പോൾ അവന് എളിമപ്പെടാൻ പറ്റി. ജീവിതത്തിൽ ആദ്യമായിട്ട് എളിമപ്പെട്ടു, ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവവിചാരം ഉണ്ടായി, ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ കരഞ്ഞു. അവൻ വിളിച്ചു, ദൈവമേ. താൻ സ്നേഹിക്കുന്നവരെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. താടനം മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധി ചെയ്യും. ബോഷത്വം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് ബോഷത്വത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ നല്ല താടനം, കനത്ത താടനം, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധി ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ഒലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയും ഉപവിഷ്ടനാകും. എഴുന്നേറ്റ് നിൽക്കാം. ഈ മനാസെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കഷ്ടതയിലായപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചു. കർത്താവ് അടുത്തെത്തി. അവന് രാജ്യം തിരിച്ചു നൽകി, സിംഹാസനം തിരിച്ചു നൽകി, കൊട്ടാരം തിരിച്ചു നൽകി. അവൻ ഇസ്രായേൽ വീണ്ടും രാജാവായി ഭരിച്ചു. 52 വർഷം ദൈവവിചാരമുള്ളവനായി അവൻ വീണ്ടും രാജ്യം ഭരിച്ചു. 52 വർഷം ഭരിച്ചിട്ടാണ് പിന്നെ മരിക്കുന്നത്. പുറകെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോഴത്തെ ശിക്ഷണം ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ ശിക്ഷണം ദൈവം അനുവദിക്കുന്നത് ജീവന്റെ കിരീടം തരാൻ വേണ്ടിയിട്ടാണ്.
യാക്കോബ് ശ്രീകളുടെ ലേഖനം 1:12 യാക്കോബ് 1:12. പരീക്ഷണം എന്ന് പറഞ്ഞാലും ശിക്ഷണം എന്ന് പറഞ്ഞാലും ഏതാണ്ട് സെയിമായിട്ട് വരും. യാക്കോബ് 1:12. പരീക്ഷകൾ ക്ഷമയോടെ ഈ സഹനത്തിലൂടെ കടന്നു പോകണം. ഇതെൻ്റെ ദൈവം എൻ്റെ ആത്മാവിനെ സ്ഫുടം ചെയ്യുന്നതാണ്. അത് ടേക്ക് ഇറ്റ്, സന്തോഷത്തോടെ എടുക്കുക, നിലപാടുകൾ എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക, കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുക. ക്ഷമയോടെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഭാഗ്യവാൻ എന്നാണ് വിളിക്കുന്നത്. ലോട്ടറി അടിക്കുന്നവരല്ല ഭാഗ്യവാൻ എന്ന്, ബിസിനസ് അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു സക്സസ് കിട്ടുന്നവനല്ല ഭാഗ്യവാൻ എന്ന് പറയുന്നത്. സുബോധം കിട്ടുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവന് സുബോധം കിട്ടിക്കഴിയും, പരീക്ഷകൾ അതിജീവിച്ച് കഴിയുമ്പോൾ അവന് ജീവന്റെ കിരീടം കൊടുക്കും. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം. ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. അത് കൂടാതെ ജീവന്റെ കിരീടം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. സഹനത്തിൽ തളർന്ന്, പ്രത്യേകിച്ച് ജീവിതത്തിൽ ദൈവം മാനസാന്തരപ്പെട്ടാൽ ഒരു വിഷമവും ഒരു വേദന ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയും എന്നാൽ എപ്പോഴും മാനസാന്തരപ്പെട്ടതിന് ശേഷം കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനത്തിനുണ്ടായതുപോലെ എന്നും വിഷമവും വേദനയും ശത്രുക്കളും ഉപദ്രവങ്ങളും അതിൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽ വിശ്വാസത്തിൽ തളർന്ന എല്ലാ മക്കളെയും ഈ രാത്രി കർത്താവ് ഈ രാത്രി ഓരോ ഹൃദയങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഹൃദയങ്ങളിലേക്ക് കർത്താവ് റെവലേഷൻ കൊടുക്കുകയാണ്. കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നിധിയായി അങ്ങയെ സ്നേഹിക്കണം, അങ്ങയുടെ ശിക്ഷണം സ്വീകരിക്കണം. അങ്ങയുടെ ശിക്ഷണം സ്വീകരിച്ച് കർത്താവെ ഈ ലോകത്തിൽ അങ്ങയിൽ നിന്ന് അകന്നുപോയ എൻ്റെ ഹൃദയങ്ങളെയും എൻ്റെ മനസ്സിനെല്ലാം അങ്ങയുടെ അടുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നെ സഹായിക്കണ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിക്ഷണത്തിൽ നിന്ന് നഷ്ടതയിലാകരുത്. കർത്താവ് നൽകുന്ന ശിക്ഷണത്തിൽ നഷ്ടതയിലാകരുത്. കർത്താവ് നൽകുന്ന ശിക്ഷണത്തിൽ നഷ്ടതയിലാകരുത്. പിതാവ് പുത്രൻ എന്നതുപോലെ അവിടുന്ന് തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് നേർവഴിക്ക് നടത്തും. ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ പരിശുദ്ധിയിൽ പങ്കുകാരാക്കാൻ വേണ്ടിയാണ് അവിടുന്ന് നമുക്ക് ശിക്ഷണം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ രാത്രി ഹൃദയങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. എന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ സ്നേഹിക്കാൻ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൺവെൻഷൻ്റെ 2ാം ദിവസമായി ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുറിച്ചുള്ള കർത്താവിൻ്റെ തിരിഹിതമാണ്. കർത്താവിനെ തേടുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ഞാനും നിങ്ങളും മാറണം. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും, വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. ദൈവകരങ്ങളിൽ നിന്ന് രക്ഷ സ്വീകരിച്ച നാം ശിക്ഷണം സ്വീകരിക്കാൻ മടിക്കുകയോ? കർത്താവിൻ്റെ ശിക്ഷണത്തിൽ സന്തോഷിക്കണം. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ മാക്സിമം എടുക്കണം. കർത്താവിനോട് പറയണം, കർത്താവെ, ഞാൻ അങ്ങയുടെ മകനാണ്, ഞാൻ അങ്ങയുടെ മകളാണ്, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ പരിശീലിപ്പിക്കണമെന്ന് പറയണം.